അമേരിക്കൻ മധു കൊട്ടാരക്കര തത്സമയം ചേർന്നു. മധു, ഡെമോക്രാറ്റുകളും അതുപോലെ കുറച്ച് റിപ്പബ്ലിക്കൻ കക്ഷികളും ഈ യുദ്ധത്തിൽ അമേരിക്ക പോയി ഇടപെട്ടതിൽ അസ്വസ്ഥതയുള്ളവരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അമേരിക്കയിൽ പൊതുവെ അവിടുത്തെ രാഷ്ട്രീയ രംഗം കലുഷിതമാണോ ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ? ഓർക്കാപ്പുറത്ത് പോയി പുലിവാലി പിടിച്ച രീതിയായോ? എസ്കെയിൻ സാധാരണ അമേരിക്കക്കാർക്ക് ഇതൊന്നും ഒരു വിഷയമല്ലെന്നുള്ളത് എസ്കെയിനും അറിയാമല്ലോ, അമേരിക്ക കൂടുതൽ അറിയാമല്ലോ. അത് അന്താരാഷ്ട്ര ചാനലുകൾ വെച്ചാൽ തന്നെ മുഴുവൻ സമയവും ഈ യുദ്ധ വാർത്തകളൊന്നും അങ്ങനെ പോകാറില്ല. തന്നെ ഓൺലൈനിൽ പോയാൽ പോലും മിക്സ്ഡ് ന്യൂസുകളാണ് എപ്പോഴും കൊടുക്കുന്നത്. അമേരിക്കക്കാർ സാധാരണ രീതിയിൽ ജോലിക്ക് പോകുന്നു, ജോലി സ്ഥലങ്ങളിൽ പോലും ഈ യുദ്ധത്തെ പറ്റി ചർച്ച ചെയ്യുന്നത് കാണുവാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഗ്രൗണ്ട് റിയാലിറ്റി. പക്ഷേ എസ്കെയിൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിനോട് അലൈൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ പറയാം. അത് പ്രേക്ഷകരുടെ അറിവിലേക്കും കൂടെയാണ്. ഈ അമേരിക്ക രണ്ട് രീതിയിലാണ്. അതായത് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് US പ്രസിഡന്റും അതുപോലെ നിയമിക്കുന്ന US കോൺഗ്രസ്, അങ്ങനെ രണ്ട് ബോഡിയും പിന്നെ ജുഡീഷ്യറിയും ഉണ്ട്. അതിൽ US കോൺഗ്രസിന് മാത്രമേ അധികാരമുള്ളൂ ഒരു വാർ ഡിക്ലെയർ ചെയ്യാൻ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക US കോൺഗ്രസ് ഒരു വാറും ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇറാഖും അതുപോലെ 9/11 ശേഷമൊക്കെയുള്ള ഒരു പ്രത്യേക അധികാരം അമേരിക്കൻ പ്രസിഡന്റിന് US കോൺഗ്രസ് അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. അതുമാത്രമല്ല, അമേരിക്കയിൽ നേരെ ഏതെങ്കിലും ഒരു ഭീഷണി ഉണ്ടെങ്കിൽ US പ്രസിഡന്റിന് സൈന്യത്തെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ 48 മണിക്കൂറിനകം US കോൺഗ്രസിനെ അത് അറിയിച്ചിരിക്കണം. തന്നെയുമല്ല, 60 ദിവസത്തിൽ കൂടുതൽ ഈ സൈനികർ അവിടെ പെട്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ US കോൺഗ്രസിനെ അത് നിർത്തിവെക്കാൻ ഉള്ള അധികാരമുണ്ട്. അത് മാത്രമല്ല, 30 ദിവസത്തിനുള്ളിൽ ഈ സൈനികരെ സുരക്ഷിതരായിട്ട് തിരിച്ചെത്തിക്കുകയും വേണം. തന്നെയല്ല, 1973 തോന്നുന്നത് ഒരു വാർ റെസൊല്യൂഷൻ തന്നെ വന്നിട്ടുണ്ട് വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം. അത് ഈ പ്രസിഡന്റിന്റെ അധികാരത്തെ പരിമിതിപ്പെടുത്തുന്നതുമാണ്. ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഡെമോക്രാറ്റ്സുകൾ ഒരു വശത്തുകൂടി ഈ നിയമം ശക്തമാക്കാനായിട്ടുള്ള തീരുമാനമുണ്ട്. ഡൊണാൾഡ് ട്രംപ് അഡ്മിനിസ്ട്രേഷന് തീർച്ചയായിട്ടും അമേരിക്കക്കെതിരെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഭീഷണി ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ ഇന്റലിജൻസ് ബ്രീഫിംഗ് കൊടുക്കേണ്ടിയിരിക്കുന്നു. എസ്കൻ, ഈ വാർത്തയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇറാനെതിരെ സൈനിക നടപടികൾ US ശക്തമാക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഏറ്റവും കഠിനമായ അറ്റാക്ക് വരാനിരിക്കുന്നു എന്നാണ് ഇന്ന് ക്യാപിറ്റൽ ഹില്ലിലായിരുന്നു അദ്ദേഹം മാധ്യമപ്രവർത്തകരോടൊക്കെ സംസാരിക്കുമ്പോൾ അത് വ്യക്തമാക്കിയത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലും അതുപോലെ തന്നെ നാവികസേനയും തകർക്കുകയാണ് ഇപ്പോഴത്തെ ഓപ്പറേഷൻ ലക്ഷ്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇസ്രായേൽ ആക്രമണത്തിന് മറുപടിയായി അമേരിക്കയുടെ ചില സൈനിക കേന്ദ്രങ്ങളെ ഇറാൻ ആക്രമിക്കാൻ പ്ലാൻ ഇട്ടായിരുന്നു എന്നുള്ള ഇന്റലിജൻസ് ലഭിച്ചതുകൊണ്ടാണ് ഒരു പ്രതിരോധ അല്ലെങ്കിൽ ഒരു ഡിഫൻസീവ് ആയിട്ട് ഈ ആക്രമണം ഇപ്പോൾ നടത്തിയതെന്നാണ് റൂബിയോ അവകാശപ്പെട്ടിരിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇതിനോട് അലൈൻ ചെയ്യുന്ന ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. അമേരിക്ക ഇതുവരെ ഇറാനെതിരെ ഒരു ഹാർഡ് ലൈൻ അറ്റാക്ക് തുടങ്ങിയിട്ടില്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ എസ്കെൻ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 4 മുതൽ 5 ആഴ്ച വരെ ഈ സൈനിക നടപടി നീണ്ടു നിന്നേക്കാം എന്നാണ് വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപ് നൽകിയ സൂചനകൾ എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അത് മാത്രമല്ല എസ്കെനെ, സംശയം, അതായത് 4 മുതൽ 5 ആഴ്ച വരെ നീണ്ടു നിൽക്കുമെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എന്തായാലും അമേരിക്കൻ പ്രസിഡന്റുണ്ട്. അത് നമ്മൾ അവഗണിക്കുന്നില്ല. അതേസമയം ഈ അമേരിക്ക മാത്രം തീരുമാനിച്ചാൽ ഈ യുദ്ധം തീരുമോ? അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. കാരണം യുദ്ധമൊക്കെ തുടങ്ങി വെച്ചാൽ പിന്നെ അവസാനിപ്പിക്കുന്ന ഇപ്പം നമ്മൾ റഷ്യയിലും യുക്രൈനിലും നടക്കുന്ന കാര്യം അറിയാമല്ലോ. വളരെ കുറച്ച് ദിവസങ്ങൾക്കകം യുക്രൈനെ തറപറ്റിക്കാൻ വേണ്ടി പോയ റഷ്യയുടെ അവസ്ഥ ഇപ്പോൾ അറിയാമല്ലോ. ഇത്ര വർഷം നീണ്ടുപോയി. അതുപോലെ കാരണം ഈ യുദ്ധം പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലെ ഒരു എമിറേറ്റിനും ശരിക്കും ഒരു യുദ്ധവുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. കാര്യം ടൂറിസം പോലെയുള്ള പരിപാടികളുമായിട്ട് അവർ ജീവിച്ചു പോകുന്ന സ്ഥലത്ത് ഒരു യുദ്ധത്തിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ അമേരിക്ക നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ തീരുമാനിക്കുന്ന സ്ഥലത്ത് കാര്യങ്ങൾ നിൽക്കുമോ ഇപ്പോൾ? ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള കഴിഞ്ഞ ഒരു 90 ദിവസത്തെ ഇന്റലിജൻസ് ബ്രീഫിംഗ് റോയിട്ടേഴ്സും അതുപോലെ ന്യൂയോർക്ക് ടൈംസും അല്പസമയം മുമ്പൊക്കെ അവരവരുടെ കൃത്യമായ റിസോഴ്സ് ഉപയോഗിച്ച് തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഫെബ്രുവരി 11 നെതന്യാഹു വന്ന് ഡൊണാൾഡ് ട്രംപിനെ ഇതിലേക്ക് വലിച്ചിഴക്കുകയായിരുന്നു. ഈ യുദ്ധത്തിലേക്ക് നെതന്യാഹുവിന്റെ ആവശ്യമായിരുന്നു. ട്രംപിന് നൽകിയ ഒരു ബ്രീഫിംഗ്, ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ JD വാൻസ് ഉൾപ്പെടെയുള്ളവർ ഇതിനെ എതിർത്തതാണ്. ഇങ്ങനെ ഒരു യുദ്ധം വേണ്ട എന്ന് പറഞ്ഞതാണ്. തന്നെയുമല്ല, ഒടുവിൽ JD വാൻസ് പോലും പറഞ്ഞത് പെട്ടെന്ന് നടത്തി തിരിച്ചു വരുന്ന രീതിയിലുള്ള ഒരു യുദ്ധം മതി എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഈ ട്രംപിന്റെ മരുമകനും സ്റ്റീവ് വിറ്റ്കോഫുമായിട്ട് 40 വർഷത്തെ സൗഹൃദമാണ് ഡൊണാൾഡ് ട്രംപിനുള്ളത്. ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തനാണ്. ട്രംപ് ഒരിക്കൽ സാൻഡ്വിച്ച് വാങ്ങിക്കാനായിട്ട് ഒരു കടയിൽ ചെന്നപ്പോൾ പൈസ ഇല്ലാതിരുന്നപ്പോൾ അന്നത്തെ കാലത്ത് പൈസ കൊടുത്ത് സഹായിച്ച് അങ്ങനെ ഉണ്ടായ ഒരു ബന്ധമാണെന്നാണ് പറയുന്നത്. അവർ ഈ കരാറിൽ
ഖത്തറിലേക്ക് എത്തുന്ന ആ നിമിഷമാണ് നെതന്യാഹു അമേരിക്കയിലേക്ക് പറഞ്ഞതും ഇപ്പോൾ കിട്ടിയ ഈ സുവർണാവസരം ഒരു അമേരിക്കൻ പ്രസിഡന്റിനും ലഭിക്കത്തില്ല, അതുകൊണ്ട് ആ യുദ്ധത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചെന്നുള്ള ഇന്റലിജൻസ് ബ്രീഫിംഗ്സുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്കേനെ ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് വേണ്ടി വന്നാൽ കരസേനയെ അയക്കും, ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് എന്ന കാര്യത്തിൽ തനിക്ക് ഒട്ടും ആശങ്കകളില്ലെന്നാണ് പറയുന്നത്. ട്രംപ് ന്യൂയോർക്ക് പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. നേരത്തെ സ്കെൻ പറഞ്ഞ പോലെ ഡെമോക്രാറ്റിക് പാർട്ടി പൂർണ്ണമായിട്ടും ട്രംപിനെതിരെ വന്നിട്ടുണ്ട്. ഇത് വാർ ഓഫ് ചോയ്സ് അല്ലെങ്കിൽ ട്രംപിന്റെ യുദ്ധമാണെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് സീനിയർ ആയിട്ടുള്ള സെനറ്റർ ചക്ക് ഷൂമർ തന്നെയാണ്. അതേസമയം കൂടുതൽ സൈനികരെയും യുദ്ധവിമാനങ്ങളെയും ഈ മേഖലയിലേക്ക് അയക്കുമെന്ന് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ഡാൻ കെയ്ൻ, ഇദ്ദേഹവും വളരെ നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞു കൂടുതൽ സൈന്യം എത്തിയിട്ട് മതി, നമുക്ക് അവിടെ യുദ്ധം ആരംഭിക്കാമെന്ന്. ജനുവരി 15 ഡൊണാൾഡ് ട്രംപിനെ യുദ്ധത്തിന് ഒരു തയ്യാറെടുപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്മാറ്റിയ ആളാണ് ഡാൻ കെയ്ൻ. ഇറാനെതിരെ സൈനിക നടപടികൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലെ ആയിട്ടേ ഉള്ളൂ, ഈ ദൗത്യം ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്നാണ് പെന്റഗണിൽ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഡാൻ കെയ്ൻ പറഞ്ഞത്. അദ്ദേഹത്തോടൊപ്പം ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് നിശ്ചിത ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയാക്കിയാൽ ഉടൻ ഈ സൈനിക നടപടി അവസാനിപ്പിക്കുമെന്നാണ്. US ഡിഫൻസ് സെക്രട്ടറി ആണ് പീറ്റ് ഹെക്സത്ത്. അദ്ദേഹം പറയുന്നത് ഇറാന്റെ ആണവ മോഹങ്ങൾ തകർക്കുക, ബാലിസ്റ്റിക് മിസൈൽ ശേഷി ഇല്ലാതാക്കുക. പക്ഷെ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, പൊളിറ്റിക്കലി കറക്റ്റഡ് യുദ്ധങ്ങളിൽ അല്ല, വിജയം ഉറപ്പാക്കുന്നതിലാണ് അമേരിക്ക വിശ്വസിക്കുന്നതെന്നാണ് ഹെക്സത്ത് പറഞ്ഞിരിക്കുന്നത്. SK മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്നും തത്സമയം ചേർന്ന്. എന്തായാലും 4-5 ആഴ്ചകൾ നീണ്ടുപോകും എന്നാണ് അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തകൾ. പ്രസിഡന്റ് പ്രതീക്ഷ അതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.